വെൽക്കം ബാക്ക് ടു ഹാ ഡിസൈൻസ്. ഓർഗൻസ ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ട് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആൻഡ് സ്റ്റിച്ച്ഡ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. റെഡി ഫോർ ഡെസ്പാച്ച് ആണ്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ആ ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ്. ഞാനൊരു ബോട്ട് നെക്കും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നെക്ക് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. നല്ല ലോങ് ആയിട്ടുള്ള ടോപ്പ് ആയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. അതേപോലെ തന്നെ ഇതിന്റെ ഏറ്റവും ഭംഗി ഇതിന്റെ ദുപ്പട്ടയാണ്. ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ട് രണ്ട് സൈഡിലും ടാസിലൊക്കെ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ കളർ ഒരു പിസ്ത ഗ്രീൻ ടോൺ ആണ്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കളറാണിത്. ഇങ്ങനെ ആയിരിക്കും വരുന്നത്. നല്ല ലെങ്തി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ ലൈനിങ്ങും ബോട്ടവും ഉണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് ഇനി സ്റ്റിച്ചിങ് കോസ്റ്റ് മാത്രമേ ആവത്തുള്ളൂ. ലൈനിങ് ആൻഡ് ബോട്ടം ഇതിനോട് കൂടി അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ബോട്ട് നെക്ക് ആൻഡ് ട്രാൻസ്പെറന്റ് ആൻഡ് ജുവൽ നെക്ക് ആൻഡ് ട്രാൻസ്പെറന്റ് തയ്ക്കുന്നത് നന്നായിരിക്കും. അതല്ല വൈഡ് റൗണ്ട് ഇഷ്ടമുള്ളവർ നിങ്ങളുടെ ഇഷ്ടത്തിൽ സ്റ്റൈലിംഗ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ്. ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്ക്. ദമൻ ഏരിയയിൽ, അതായത് ഇതിന്റെ ബോർഡേഴ്സിൽ ഇതേപോലെ ഒരു ടൈപ്പ് ഓഫ് എംബ്രോയിഡറി വരുന്നുണ്ട് വിത്ത് ദുപ്പട്ട. നല്ല ബ്രഷ് പെയിന്റ് ചെയ്തിരിക്കുന്ന പോലത്തെ ആ ഒരു ഫീലിലാണ് ഇതിന്റെ ദുപ്പട്ട ചെയ്തേക്കുന്നത്. ടു സൈഡില് ടാസിൽ വരുന്നുണ്ട് വിത്ത് പാന്റ് ആൻഡ് ലൈനിങ്. അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ടോൺ ആണ്. ബ്യൂട്ടിഫുൾ ഗ്രേ കളർ. ഇതേപോലെ തന്നെ ഫ്ലവേഴ്സിന്റെ മോട്ടീഫ് ഓൾ ഓവർ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ദാമൻ ഏരിയയിൽ എംബ്രോയിഡറി വരുന്നുണ്ട് വിത്ത് ദുപ്പട്ട. എല്ലാ കളേഴ്സും നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ടാസിലൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള ദുപ്പട്ട ആയതുകൊണ്ട് നമ്മൾക്കൊരു കല്യാണം പോലുള്ള ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ വെയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ വരുന്നത് പീച്ച് ആണ്. നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ചിഷ് പീച്ച് ടോൺ. ദാമൻ ഏരിയയിൽ എംബ്രോയിഡറി വരുന്നുണ്ട്. ദുപ്പട്ടയുടെ ടു സൈഡിലും ഇതേപോലെ തന്നെ ടാസിൽ വരുന്നുണ്ട് വിത്ത് ബോട്ടം ആൻഡ് ലൈനിങ്. ഇനി ഇതിന്റെ എംബ്രോയിഡറിയിലുള്ള ഒരു ചേഞ്ചും മോട്ടീഫിലുള്ള ചേഞ്ചും ആണ്. അതായത് ഫസ്റ്റ് പ്രിന്റിൽ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ്. ഇനി പിന്നത്തതിൽ വരുന്നത് ഇതേപോലെ തന്നെ ഒരു ഓർക്കിഡിന്റെ ഷേപ്പിലുള്ള ഫ്ലവർ ആണ് വന്നിരിക്കുന്നത്. ഓർക്കിഡ് ആണ് തോന്നുന്നില്ല, ഫ്ലവറിന്റെ തന്നെ മോട്ടീഫാണ്. ഫ്ലോറൽ തീമാണ് ഇതിൽ വന്നിരിക്കുന്നത് വിത്ത് പാന്റ് ആൻഡ് ലൈനിങ്. ഗ്രേ കളർ, ഒരു വെരി ലൈറ്റ് ഗ്രേ. അടുത്തത് ചിക്കു കളറാണ്. അതായത് വെരി നാച്ചുറൽ ബേജ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ചിക്കു ആണ്. വെരി ലൈറ്റ് ചിക്കു ടോൺ വിത്ത് ദുപ്പട്ട. നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര ഒരു റിച്ച് ലുക്ക് കിട്ടുന്നുണ്ട്. പ്രൈസ് ഓൾസോ എല്ലാവർക്കും അഫോർഡബിൾ ആകുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ പിങ്ക് ആണ്. ബ്രൈറ്റ് നിയോൺ പിങ്ക് കളർ. ദാമൻ ഏരിയയിൽ ഇതേപോലെ തന്നെ എംബ്രോയിഡറി, ഡിജിറ്റൽ പ്രിന്റ്, നൈലോൺ ഓർഗൻസ ഫാബ്രിക് വിത്ത് പാന്റ് ആൻഡ് ലൈനിങ്. നെക്സ്റ്റ് വൺ വരുന്നത് ഓറഞ്ചിഷ് പീച്ചാണ്. നല്ലപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഷേപ്പിൽ കിടക്കും. ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ വേറെ ചെയ്യാം. പിന്നെ ശ്രിങ്കേജ് ഒന്നും ഉണ്ടാവത്തില്ല. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. കംപ്ലൈൻറ്റ്സ് ഒന്നുമേ വരത്തില്ല. ഇത്രയും കളേഴ്സ് ആണ് റെഡി ഫോർ ഡെസ്പാച്ച്. ട്രൈ ചെയ്ത് നോക്കുക.